ഇപ്പം നാട്ടിലെങ്ങും ബൺ മസ്ക ട്രെൻഡിങ് അല്ലേ, അതുപോലെ നമ്മുടെ ടോക്കിയോയിൽ ട്രെൻഡിങ് ആയിട്ടൊരു ഫ്രൈഡ് സ്നാക്ക് ഉണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വന്നേക്കാണ്. അത് ഷോപ്പ് കാണിച്ചു തരാം. ഇതാണ് ഷോപ്പ്. നിങ്ങൾ വിചാരിക്കും ഇത് മാത്രമാണ് ക്യൂ, ഇത് മാത്രമല്ലല്ലോ, അതാണ് ശരിക്കുള്ള ക്യൂ. റോഡിൻ്റെ അപ്പുറത്താണ് ക്യൂ നിൽക്കുന്നത്. 11 മണിക്ക് ഓപ്പൺ ആവുമ്പോൾ 10:45 നമുക്ക് ആദ്യം പോയി മെനു വാങ്ങാം. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? അങ്ങനെ മെനു വാങ്ങിയേട്ടാ. ഇതാണ് ട്രെൻഡിങ് ഐറ്റം. ഇവിടെ ഇത് തന്നെ. അരമണിക്കൂറായിട്ട് കാത്തിരിക്കുകയാണ്. എൻ്റെ ബാക്കിൽ പിന്നെ ഒരു 10-40 ആൾക്കാർ വന്നു ക്യൂ നിൽക്കുന്നു. അവസാനം ഞാൻ ആദ്യത്തെ ക്യൂവിൻ്റെ ഫസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഞാൻ എന്താ കാണിച്ചു തരാം. ഫസ്റ്റ് ഇരിക്കുന്നു. ഇവിടെ നീ ഇല്ല, അവിടെ പോകണം. ഒരു ലേഡി ഒന്ന് വിളിക്കും. എന്നടാ മോനെ വരുന്നടാ, എൻ്റെ 1 മണിക്കൂറത്തെ കാത്തിരിപ്പാണ്. 28 വർഷത്തെ കാത്തിരിപ്പാണ്. ഹായ്, ഞാൻ കയറി ഓർഡർ കൊടുക്കട്ടെ. ആദ്യം ചേച്ചി ഒന്ന് മാറി ചേച്ചി. എന്താ ഇതും ഇതും ഫസ്റ്റ് വാങ്ങാൻ കൊടുത്തു. ടോക്കണൊക്കെ ഉണ്ടാ. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ടോക്കൺ കിട്ടി. ഇനി അരമണിക്കൂർ കഴിയുമ്പോൾ ഫുഡ് കിട്ടുമായിരിക്കും. സാധനം കിട്ടി. ഇവിടുത്തെ ക്യൂ നോക്കണേ, എൻ്റെ പൊന്ന്. നിറച്ചാളായോണ്ട് എവിടെ പോയിരുന്ന് കഴിക്കണമെന്നൊരു പിടുത്തമല്ല. ഇതാണ് ഞാൻ മേടിച്ച ഐറ്റം കേട്ടാ. ഇത് ട്രെൻഡിങ്, ഇതൊരു സ്പെഷ്യൽ എഡിഷൻ. കഴിച്ചു നോക്കാം. സാറേ ഞാൻ വെറും തറയിരിക്കാൻ കേട്ടോ, വെറും തറയിൽ സ്ഥലമില്ല ഇവിടെ മൊത്തം ആൾക്കാർ. കഴിച്ചു നോക്കാം അല്ലേ, ഒരു മൂലയ്ക്ക് നാളെ ഇത് ട്രൈ ചെയ്യാം. നമുക്ക് മൊത്തം ആവും ഉറപ്പായി. പക്ഷെ സൂപ്പർ, നല്ല റിച്ച് ക്രീം, ഓവർ മധുരമോ ഹെവി ഫീലില്ല, മൈൽഡായിട്ടുള്ള ക്രീം ഫ്ലേവർ. ഇതാണ് ഇവിടുത്തെ നോർമൽ ഫ്ലേവർ. ഇതാണ് ഞാൻ കുറേ വീഡിയോസ് കണ്ടുപിടുത്തത്. ഇത് നമ്മുടെ നാട്ടിലെ ക്രീം ബന്നില്ലേ, അതിൻ്റെ അത്ര ഒരു വിഷയം വരുന്നില്ല കേട്ടോ. ഇതിന് അത്ര മധുരമില്ല. ഒരു ഞാൻ ഈ ക്രീം കണ്ടപ്പോൾ ഞാൻ ഒരു ഓവർ മധുരം കഴിക്കുന്നു. അത്ര വലിയ മധുരം ഇല്ല. ഒരു വിപ്പിംഗ് ക്രീമിന് ടേസ്റ്റും അല്ല. എനിക്ക് ആ ട്രെൻഡിങ് ആയിട്ട് അധികം ഇഷ്ടപ്പെട്ടില്ല. എനിക്കാകെ ഇഷ്ടപ്പെട്ടത് മറ്റേ ചോക്ലേറ്റും ബെറീസും ഇല്ലേ, അത് സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ലൊക്കേഷൻ പറഞ്ഞത് ടോക്കിയോ ഗിൻസയിലുള്ള ആഗേസൺ അല്ലെങ്കിൽ ഏജ് 3. ഓക്കെ, ശരി എന്നാൽ.